വിവാഹം വിവാഹവുമായി ബന്ധപ്പെട്ട് ഓരോ നാട്ടിലും വ്യത്യസ്ത ആചാരങ്ങളാണുള്ളത് അല്ലേ. പലപ്പോഴും വിവാഹ ചടങ്ങുകളുടെ ഭാഗമായാണ് ഇത്തരം ആചാരങ്ങൾ പിന്തുടർന്നു വരുന്നത്. എന്നാൽ ചില വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വിചിത്രമായ പല അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ മൗറിറ്റാനിയയിലുമുണ്ട് അത്തരം ഒരു ആചാരം. അതായത് വധുവാകാൻ ഒരുങ്ങുന്ന പെൺകുട്ടി തടിച്ചു കൊഴുത്തിരിക്കണം എന്നതാണ് ഇവരുടെ ചിന്ത. അത് മാത്രമല്ല, വധുവിന് തടിയുണ്ടാവാൻ അമിതമായി ഭക്ഷണം നൽകി ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇവിടുത്തുകാരുടെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത്. മെലിഞ്ഞ ശരീരമുള്ളത് സൗന്ദര്യമില്ലായ്മയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഇത്തരം രീതികളെക്കുറിച്ച് കേൾക്കുമ്പോൾ മറ്റാളുകൾ ശരിക്കും ചിരിച്ചു പോകും. അത്തരം ആചാരങ്ങളാണല്ലോ ഇതൊക്കെ. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന മൂർസ് വിഭാഗക്കാർക്കിടയിലാണ് ഈ ചിന്താഗതി കൂടുതലായും കാണപ്പെടുന്നത്. അതിനാൽ ചെറിയ പ്രായത്തിൽ തന്നെ, ചെറുപ്രായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പലരും 10 വയസ്സോ 11 വയസ്സോ ആണെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ 10 വയസ്സും 11 വയസ്സും ഒന്നും അല്ല ഇവർക്ക് ചെറിയ പ്രായം. പലപ്പോഴും കുട്ടിക്ക് 5 വയസ്സാകുന്ന സമയം മുതൽ തന്നെ ഇവർ പെൺകുട്ടികൾക്ക് അമിതമായി ആഹാരം നൽകി തുടങ്ങും. ചെറുപ്പം മുതലേ അമിതവണ്ണമുള്ള ശരീരപ്രകൃതമായാൽ വിവാഹകാലം എത്തുമ്പോൾ കൂടുതൽ ആകർഷണീയതയുണ്ടാവുമെന്ന തോന്നലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ ഇവിടെയുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തടിച്ചു കൊടുത്ത ശരീരം പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തിൻ്റെയും ഒക്കെ സൂചനയായിട്ടാണ് ഈ നാട്ടുകാർ കണക്കാക്കുന്നത്. ഈ ആഹാരം കഴിപ്പിക്കൽ ആചാരത്തിന് പോലും ഇവർ ഒരു പേര് നൽകിയിട്ടുണ്ട്. ലെബ്ലോ എന്നാണ് അമിതമായി ആഹാരം കഴിപ്പിക്കുന്ന ഈ ചടങ്ങിന് ഇവർ നൽകിയിട്ടുള്ള പേര്. 12 വയസ്സെത്തുമ്പോഴേക്കും പെൺകുട്ടികൾ 80 കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവരായിരിക്കണം എന്നാണ് ഇവിടുത്തുകാരുടെ ചിന്ത. ഇതിനുവേണ്ടി കഴിക്കാവുന്ന പരിധിക്ക് അപ്പുറം ഭക്ഷണം കഴിക്കാൻ ഇവർ പെൺകുട്ടികളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തി കഴിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കലോറികളാണ് ഇവിടെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ കഴിക്കേണ്ടി വരുന്നത്. കൊഴുത്ത പാല്, വെണ്ണ, ഈന്തപ്പഴം, മില്ലറ്റുകൾ തുടങ്ങിയവയൊക്കെ തുടരെ ഇവർക്ക് നൽകും. വയറിൽ കൊള്ളാവുന്നതിലും അധികം ആഹാരം കഴിച്ച് കുട്ടികൾ ശാരീരികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ പോലും ഈ ആചാരത്തിൽ നിന്നും ഇവർ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇനി ആഹാരം കഴിക്കാൻ കുട്ടികൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലെങ്കിലോ? അങ്ങനെ പെരുമാറുന്ന പെൺകുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകാനും മൂർസ് വിഭാഗത്തിലെ മുതിർന്നവർക്ക് യാതൊരു മടിയുമില്ല. കാൽപാദങ്ങളിൽ ചവിട്ടി ഞെരിച്ച് നോവിച്ചും അടിച്ചും ഇവർ പെൺകുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും വിചിത്രമായി തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളുടെയൊക്കെ വയർ ഭക്ഷണം കഴിച്ച് നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ നിർബന്ധിച്ച് ഛർദ്ദിപ്പിച്ച ശേഷം വീണ്ടും ഭക്ഷണം നൽകാനും ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ്. വീടുകളിൽ വെച്ച് തന്നെ ഇടതടവില്ലാതെ ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടികൾ വിസമ്മതിച്ചാൽ അത്തരക്കാരെ മെരുക്കാൻ മാത്രമായി പ്രത്യേക ക്യാമ്പുകളും മൗറിറ്റാനിയയിലെ പല പ്രദേശങ്ങളിലും നടത്തപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള മുതിർന്ന സ്ത്രീകളാണ് ഇവ നടത്തുന്നത്. ശരീരഭാരം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പെൺകുട്ടികൾക്ക് ഈ കാലയളവിൽ അനുവാദം ഉണ്ടായിരിക്കില്ല എന്നതും ശ്രദ്ധേയമാണ്. കാലത്തിനൊത്ത മാറ്റം എന്ന നിലയിൽ ക്യാമ്പുകളിൽ അയക്കാതെ ഹോർമോണുകൾ കുത്തിവെച്ചും മരുന്നുകൾ നൽകിയും പെൺകുട്ടികൾക്ക് അമിത ഭാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഇന്നുണ്ട്. അമിതവണ്ണമുണ്ടെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലാണ് കുടുംബമെന്ന് സമൂഹം കരുതും എന്നതാണ് ഇങ്ങനെ ഒരു ആചാരം പിന്തുടരാൻ ഇവർക്ക് പ്രേരണയാകുന്നത്. അതായത് അത്രയധികം ഭക്ഷണം നൽകാൻ കെൽപ്പുള്ള കുടുംബമായതുകൊണ്ടാണ് വധുവിന് അമിതവണ്ണമുള്ളതെന്ന് ഇവർക്ക് മേനി പറയാം. അമിതവണ്ണത്തോട് താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ മെലിഞ്ഞ ശരീരപ്രകൃതത്തോട് വെറുപ്പ് കാണിക്കാനും ഇവർക്ക് യാതൊരു മടിയില്ല. മെലിഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അടയാളമായാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. കണക്കും കൈയും ഇല്ലാതെയുള്ള ഭക്ഷണം കഴിപ്പിക്കൽ മൂലം ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ മറ്റു രോഗങ്ങൾ, ഷുഗർ, പ്രഷർ തുടങ്ങി സങ്കീർണതകൾ നിറഞ്ഞ ഗർഭകാലവും ജീവന് തന്നെ ആപത്തായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുത്തെ പെൺകുട്ടികളിൽ പിടിമുറുക്കുന്നുണ്ട്. ഇതിനു പുറമെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള അവകാശങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. കാലത്തിനൊത്ത മാറ്റം മൂർസ് വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിൽ വന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ ഇപ്പോൾ ഈ ആചാരത്തിൽ നിന്നും പതിയെ പിന്തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സമൂഹത്തിന് പേര് നേടുന്നതിന് വേണ്ടി പെൺമക്കളുടെ ആരോഗ്യം പൂർണ്ണമായും അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഈ രീതി ശരിയല്ല എന്ന അവബോധം നൽകാൻ പല സംഘടനകളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് പൂർണ്ണമായും ഇവരെ പിന്തിരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സ്കൂൾ തലം മുതൽ തന്നെ ഇതിനെതിരെ
അവബോധം നൽകി വരുന്നുണ്ട് ഇപ്പോൾ. മാധ്യമങ്ങളിലൂടെയും രാജ്യാന്തര സംഘടനകളുടെ സഹായത്തോടെയും ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുണ്ട്. എന്നാൽ ഇത്രയുമൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഈ അനാചാരത്തിന് പൂർണ്ണമായി തടയിടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.